അപ്പം നമുക്കെല്ലാവർക്കും പാസീവ് ഇൻകത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളിപ്പം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കിട്ടുന്ന സാലറിയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാസീവ് ഇൻകം കൊണ്ട് നമുക്ക് എന്തായാലും ലൈഫിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഡെയിലി ഉള്ള ചിലവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം പൈസയൊന്നും കൈ കിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോകുമ്പം അവിടെ ഹോസ്റ്റൽ, അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് ആ ബാക്കിയുള്ള പൈസ കൊണ്ട് നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാകില്ല. അപ്പം നിങ്ങളിപ്പം അത്രയും ഇങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ സമയം കളയാതെ, അതുകൊണ്ട് നമ്മൾ ഷെയർസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് ഡിവിഡൻഡ് സ്റ്റോക്ക് വാങ്ങുകയാണ്. അപ്പം ഇപ്പം നമ്മൾ ഷെയർസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷെയർ അതിൻ്റെ വാല്യൂ കൂടുതൽ വില വരുമ്പോൾ നമ്മളത് വിൽക്കും. അതുപോലെ നഷ്ടത്തിലാണെങ്കിലും നമ്മൾ വിൽക്കും. പക്ഷേ ഈ ഡിവിഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൈസ നമുക്ക് കിട്ടും. അപ്പോൾ ആ പൈസ ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണം, നമുക്ക് പണിക്ക് പോലും പോകാൻ വേണമെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അതിപ്പം അതിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് അതിന് പൈസ കിട്ടും. അപ്പം നഷ്ടമാണെങ്കിലും നമുക്ക് ഒരു മാസം ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പം ഡിവിഡൻഡ് സ്റ്റോക്ക് നിങ്ങളിപ്പം ജോലിക്കൊന്നും പോകാതെ ആണെങ്കിൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും പൈസ എന്താണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ കൊക്കക്കോളയുടെ ഷെയർ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം കൊക്കക്കോളയുടെ ഷെയറിൽ ഇപ്പം നമുക്കൊരു 15,000 രൂപ നമുക്ക് വേണമെന്ന് വെക്കുക. അപ്പം കൊക്കക്കോളയിൽ അവർ കൊക്കക്കോളയിൽ ഡിവിഡായിട്ട് തരുന്നത് 2.85%. അപ്പം നമുക്ക് മാസം 15,000 രൂപ വേണം. അപ്പം നിങ്ങൾ ആദ്യം കൊക്കക്കോളയിൽ ഒരു 5 ലക്ഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് മാസം 15,000 രൂപ വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. കൊക്കക്കോള ഷെയർ എന്താണെങ്കിലും ദിവസമായിരിക്കും കൂടുന്നത്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതും അപ്പോൾ കൂടും. അപ്പം നമുക്ക് 10,000 നിന്ന് അത് കൂടുതലും 16,000, 17,000 അങ്ങനെ കൂടുതൽ എമൗണ്ട് നമുക്ക് മാസം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കൊക്കക്കോളയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെയാണ് PNG ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ PNGയിൽ നിങ്ങൾക്കിപ്പോൾ നമുക്കൊരു മാസം 50,000 രൂപ ചിലവുണ്ടെന്ന് വെക്കുക. ഇപ്പോൾ 50,000 രൂപയ്ക്ക് കുറവ് നമുക്ക് ചിലവ് വരുന്നില്ല. അപ്പോൾ മാസം നമുക്ക് 50,000 രൂപ വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ PNGയിൽ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 50,000 രൂപ വെച്ച് മാസം നമുക്ക് കിട്ടും. അപ്പോൾ PNG ഡിഡിഡായിട്ട് കൊടുക്കുന്നത് 2.41%. അപ്പം പിന്നെ ഇപ്പോൾ ഷെയർ ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി കൂടും. ഇപ്പം എന്താണെങ്കിലും അതിൻ്റെ വാല്യൂ കൂടും. അപ്പം 50,000 കൂടുതൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഒരു വർഷം കൊണ്ട് അത് 20 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 25 ലക്ഷമെങ്കിലും ഒരു വർഷം കൊണ്ട് അതാകുകയും ചെയ്യും. അതുപോലെ നമ്മൾ മെക്ഡോണൽഡ്സിലും 20 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസം 50,000 രൂപ വെച്ച് കിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4.48% അവർ ഡിവിഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാസം നമുക്ക് 50,000 രൂപ വെച്ച് കിട്ടും. അതുമാത്രമല്ല അതിൻ്റെ വാല്യൂ കൂടുന്നതായിരുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമുക്ക് 50,000 കൂടുതൽ മാസം നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്ത ഒരെണ്ണമെന്ന് പറയുന്നത് നൈക്കാണ്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1.88% ഡിവിഡേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 25 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇത്തരത്തിൽ വരുമാനം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഷെയർ കൂടുന്നതനുസരിച്ച് നമുക്ക് മാസം കിട്ടുന്ന വരുമാനം കൂടും. അപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഈ ഡിവിഡ ഏറ്റവും കുറച്ച് നൽകുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത് 0.73% ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ 50,000 രൂപ നമുക്ക് മാസം കിട്ടണമെങ്കിൽ നമ്മൾ 60 ലക്ഷം രൂപ വരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഷെയർ കൂടുന്നതനുസരിച്ച് വർദ്ധിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് മാസം 50,000 കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വെരിസോണാണ്. അവർ കൊടുക്കുക 6.5%. അപ്പോൾ നമ്മൾ ഒരു 7 ലക്ഷമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസം 50,000 രൂപ വരെ ഇതിലൂടെ വരുമാനമായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാസം ഒരു 20-25,000 രൂപയൊക്കെ എന്താണെങ്കിലും വരുമാനമായിട്ട് ലഭിക്കും.